കർത്താവിന്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും പ്രഭാത വന്ദനം. ഈ പ്രഭാത സന്ദേശത്തിനായി കാതോർക്കുന്ന നിങ്ങളേവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് രാവിലെ നിങ്ങളുമായി നിയോഗം ലഭിച്ച ഒരു സന്ദേശം പങ്കുവയ്ക്കുവാൻ ഭാഗ്യമൊരുക്കിയ ദൈവത്തിന് ഞാൻ സ്തോത്രം പറയുന്നു. ജീവിതം പലപ്പോഴും വിഷാദങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ജീവിതം പലപ്പോഴും പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നതാണ്. ജീവിതം പലപ്പോഴും തളർന്നു പോകുന്നതാണ്. എന്നാൽ ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് ഏതു വലിയ വിഷാദങ്ങളുടെ നടുവിലും ഏതു വലിയ ഞരക്കങ്ങളുടെ നടുവിലും പ്രത്യാശ വെപ്പാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവം അവൻ്റെ പ്രതീക്ഷകൾക്ക് പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവമാണ്. 40 സങ്കീർത്തനം 5-11 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ ആത്മാവേ, നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും ദൈവവും ആകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഞാൻ ഇനിയും അവനെ സ്തുതിക്കും എന്ന് പറയുമ്പോൾ ഇന്നലകളിൽ അങ്ങനെ ദൈവത്തെ സ്തുതിച്ചതാണ്. ഇന്നലകളിൽ അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിയതാ. എങ്ങനെ? അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷ. ദൈവം എൻ്റെ മുഖപ്രകാശ രക്ഷയാകുന്നു, അവൻ എൻ്റെ ദൈവമാകുന്നു എന്ന് ദൈവത്തെ സ്തുതിച്ച ഒരു ഭക്തൻ ഇന്നലകളിൽ സ്തുതിച്ചതുകൊണ്ട് ഇന്ന് പ്രശ്നങ്ങളില്ലാതിരിക്കുന്നില്ല. ഇന്നും ജീവിതത്തിൽ പ്രശ്നമാണ്. 42 സങ്കീർത്തനം വളരെ ദൈവസന്നിധിയിൽ ആവശ്യത്തോടും ആഗ്രഹത്തോടും കൂടെ ദൈവ സാന്നിധ്യത്തിനു വേണ്ടി കൊതിക്കുന്ന ഒരു ഭക്തൻ്റെ വാക്കുകളാണ്. മാൽനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. വലിയ പ്രതിസന്ധിയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ അകപ്പെട്ടിരിക്കുന്ന ആ ഭക്തൻ്റെ ജീവിതത്തിൽ ഇന്നലകളിൽ അവൻ ദൈവത്തെ സ്തുതിച്ചവനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇനിയും അവനെ സ്തുതിക്കും, അങ്ങനെ സ്തുതിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ഭക്തൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും വിഷാദങ്ങൾ വന്നെത്തിയിരിക്കുക. ജീവിതത്തിൽ ഇപ്പോഴും ഞെരുക്കങ്ങൾ വന്നിരിക്കുക. വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്ന ഒരു ദൈവഭക്തൻ. അവൻ ചോദിക്കുക, എൻ്റെ ആത്മാവേ, നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അതെ, ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ മക്കളെ, വാത്സല്യ സഹോദരങ്ങളെ, ജീവിതത്തെ തകർക്കുന്ന അനുഭവങ്ങൾ എന്തു തന്നെയായിരുന്നാലും വിഷാദിക്കണ്ട, ഞരങ്ങണ്ട, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എന്തുകൊണ്ട്? അവൻ നമ്മുടെ മുഖപ്രകാശ രക്ഷയാണ്. അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ജീവിതത്തെ ലജ്ജിപ്പിക്കുവാൻ, തലകുനിക്കുവാൻ, തളർത്തുവാൻ, നിരാശപ്പെടുത്തുവാൻ അനേക ശക്തികൾ ഒരുമിച്ച് നമുക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ പറയാം, ഇല്ല, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അതുകൊണ്ട് ദൈവം എൻ്റെ മുഖപ്രകാശ രക്ഷയാണ്, അവൻ എൻ്റെ ദൈവമാണ് എന്ന് ഉറക്കെ പ്രസ്താവിച്ച് ജീവിതം ധന്യമാക്കാൻ കർത്താവ് സഹായിക്കട്ടെ. അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.